ഹലോ കിഡീസ്. അപ്പോൾ നമ്മളിന്ന് പുതിയ വീടിൻ്റെ പാല് കാച്ചലിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ എന്താ നമ്മുടെ വാതിലൊക്കെ പൂട്ടി, തനിക്കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ റെഡി മണിയായിട്ട് ഇതേ പോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പിക്കും നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനും തനിക്കുട്ടിയും ശരത്തേട്ടനുമാണ് ഇപ്പോൾ കാറിൽ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തനിക്കുട്ടിക്ക് ഇങ്ങനെ വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെ ഞാൻ മടിയിലിരുത്തിയിട്ട് കുറേ നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം അതിൻ്റെ ദൂരം മാത്രമേ പുതിയ വീട്ടിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഇതാ പുതിയ വീട്ടിൽ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സത്യനാരായണ പൂജയൊക്കെ കഴിക്കൂട്ടെ. നമ്മൾ പുതിയ വീടൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും എന്തേ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ വന്നു പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ശരത്തേൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഒരു പുതിയതായിട്ട് മേലേക്ക് കെട്ടിയിട്ട് അവർക്ക് താമസിക്കാൻ താഴെ ഭാഗത്ത് റെൻറ്റിന് കൊടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഇത് പൂജാ റൂമാണ്. പൂജാ റൂം ഇച്ചിരി വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇവിടുത്തെ പൂജാ റൂമിൽ കയറിയിരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് അവർ ഇച്ചിരി വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചൺ ഇച്ചിരി ഇടുങ്ങിയതാണ്, ചെറുതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ മേലേക്ക് ഇങ്ങനെ സ്റ്റെയറൊക്കെ കയറിയിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ കിച്ചൺ ഇച്ചിരി ചെറുതായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറി വന്നിട്ട് അപ്പോൾ ആദ്യമേ തന്നെ കണ്ടത് മാസ്റ്റർ ബെഡ്റൂം ആണെന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ. ഇതാണ് ഇച്ചിരി വലിപ്പമുണ്ടായിരുന്ന ബെഡ്റൂം. അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കബേർഡ്സും കാര്യങ്ങളും, പിന്നെ അവിടെ സൈഡിൽ ഇരിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. ഇത് കിഡ്സ് ബെഡ്റൂം ആണെന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ. എല്ലാം ഊഹിക്കാനേ പറ്റുള്ളൂ. പിന്നെ അവരോടായിട്ട് ചോദിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ച ആൾക്കാർ വരവും പോക്കായതുകൊണ്ട് അവരുടെ അടുത്ത് നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞങ്ങളങ്ങനെ കണ്ടിറങ്ങി അങ്ങനെ നമ്മൾ കാണുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ മേലെ കയറി വരുമ്പോൾ 2 ബെഡ്റൂമും പിന്നെ ചെറിയൊരു ബാൽക്കണി ഇച്ചിരി വലുപ്പത്തിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കാണുന്നതാണ് ഹാൾ കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയും പിന്നെ ലിവിങ് ഏരിയയും ഒക്കെ വരുന്നത് ഇതിനകത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ വേറെ ഞാൻ ഡൈനിങ്ങിന് സെപ്പറേറ്റ് സ്ഥലമൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ അങ്ങേയറ്റത്ത് ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ശരത്തേട്ടൻ ചേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാനിങ്ങനെ വീടൊക്കെ അങ്ങനെ കവർ ചെയ്ത് അവരുടെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ആക്ച്വലി ഈ ചേട്ടൻ്റെ വീട് ആന്ധ്രയിലാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ സെറ്റിലായിരിക്കുന്നതാണ്. ഇനി ഇവരുടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ അതിവിശേഷമാണ്. ആദ്യം ബോളിയും പിന്നെ കോളിഫ്ലവർ ക്യാബേജിൻ്റെ ഒക്കെ ഫ്രൈകൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ നാന് ബട്ടൂർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതിൻ്റെ കൂടെ പനീറിൻ്റെ കറി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുലാവ്, അതിൻ്റെ കൂടെ എന്താ പറയുക സർലാസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ കൂടി വന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇവർ ഫുഡ് വിളമ്പുന്നത്. ഈ ഒരു സമയപ്പോഴത്തേക്കും എൻ്റെ വയറൊക്കെ നിറഞ്ഞ് കവിഞ്ഞായിരുന്നു. പിന്നെ ദാല്, ചോറ്, സാമ്പാർ, ചട്നി, ഗീ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ്. അത് കഴിച്ച് വന്ന് കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഞാൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ മാത്രമല്ല ശരത്തേട്ടനും കുട്ടികളും എല്ലാവരും കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി ഞാനൊന്ന് മേലേക്ക് കയറിയതാണ് നമ്മുടെ ഉദ്യാനത്തിലേക്ക്. പൂക്കളുടെ ഒരു വാം വെൽക്കം കേട്ടോ. സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയപ്പോൾ ഇന്ന് ഒരു എക്സ്ട്രാ സന്തോഷം. ഒരുപാട് മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എൻ്റെ ഒരു പാപ്പൻ തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ നിറച്ച് വെള്ള കളറിലെ മുളകാണ്. ഞാൻ ഒരു പ്രാവശ്യം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ. അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഉണ്ടായി നിൽപ്പുണ്ട്. പൊട്ടിക്കണം കേട്ടോ, ഒരു ദിവസം പൊട്ടിക്കണം, കാണിക്കാം. പിന്നെ ഒത്തിരി പൂക്കളുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. മേലെ കയറുക, നമ്മുടെ ഗാർഡൻ കാണുക, നോക്കുക, പൂക്കളെ കണ്ട് ചിരിക്കുക, വർത്താനം പറയുക, അതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നു. വിളക്ക് വയ്ക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്തിയപ്പോഴാണ് തനിക്കുട്ടിയുടെ ഒരു ബുക്ക് മിസ്സിങ് ആണെന്ന് മനസ്സിലായത് കേട്ടോ. തപ്പാൻ ഒരു എഡവും ബാക്കിയില്ല, എല്ലാം വാരി വലിച്ചിട്ട് തപ്പി. അവസാനം ഞാൻ തപ്പൽ നമ്മുടെ ഒതുക്കലും പറക്കലിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എല്ലാം വാരി വലിച്ചിരുന്ന് തപ്പണം. എന്നാൽ പിന്നെ ആ ഇടയ്ക്ക് നമ്മുടെ പൊടിയും കൂടി തട്ടിക്കളയാലോ എന്ന് വെച്ചു. ഒരുപാട് പൊടിയൊന്നും ഇല്ല കേട്ടോ, വെറുതെ അല്ലറ ചില്ലറ പൊടികൾ ഇടയ്ക്ക് നമ്മൾ കളയും. ഈ മാറ്റ് കണ്ടോ, ഇത് കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരുന്നിരുന്ന മാറ്റാണ്. അത് കീറിയപ്പോൾ ഞാൻ ഇതുപോലെ നല്ല ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ നമ്മുടെ വലിപ്പുകളിലും ഇതെല്ലാം ഇട്ട് കൊടുത്താൽ നമുക്ക് വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനത്തിനെ റീയൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കവറാണെങ്കിലും എല്ലാ സാധനവും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നാലും ശരത്തേട്ടൻ്റെ കൂടെ കൂടുന്ന ഞാൻ പറയാറില്ലേ, അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട് കേട്ടോ. ആക്ച്വലി ബുക്ക് തപ്പാൻ ഇനി ഒരു എഡ ബാക്കിയില്ല കേട്ടോ. അവസാനം എവിടുന്ന ബുക്ക് കിട്ടിയെന്നറിയോ? തനുക്കുട്ടിയുടെ പഴയ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന്. അവൾ കളിച്ച് അതിൻ്റെ ഉള്ളിൽ മറ്റും എടുത്ത് വെച്ചതാണ്. പക്ഷേ ഞങ്ങൾ ആ നിലയ്ക്ക് തപ്പി അവസാനം ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ ശരി. അപ്പോൾ ഞാനിങ്ങനെ ആവശ്യമുള്ളത് മാത്രം അതിനകത്തേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തനുകുട്ടീനെയും പിക്കുനെയും പഠിപ്പിക്കാൻ ഇരുത്തുന്നുണ്ട്. എക്സാം അല്ലേ, അപ്പോൾ കുറേ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തപ്പി ബുക്കൊക്കെ കിട്ടി. അതിനോടൊപ്പം തന്നെ ആ ഒരു ഷെൽഫുകളൊക്കെ ഒതുക്കലും പറക്കലും
കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു എന്തായാലും കുറേ വേസ്റ്റ് ഉണ്ട്, എന്നാൽ പിന്നെ ഇവരുടെ ആവശ്യമില്ലാത്ത കളി സാധനങ്ങളൊക്കെ എടുത്ത് കളയാനോ കൊടുക്കാനോ പിന്നെ ആവശ്യമുള്ളത് മാത്രം മാറ്റി വയ്ക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് ആക്ച്വലി ശരത്തേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. എനിക്കപ്പോൾ തോന്നി ശരത്തേട്ടൻ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നൊന്നും നോക്കില്ല. ഇത് കളിക്കുന്നില്ലേ, ഇല്ല 2 ദിവസമായിട്ട് കളിക്കുന്നില്ല, എടുത്ത് കളയും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ. ചെറുപ്പം തൊട്ടുള്ള ഒരുപാട് കളി സാധനങ്ങളുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യും, എന്നാലും പിന്നെയും നമ്മൾ പിന്നെയും മാനിക്കുമല്ലോ, അതിനനുസരിച്ച് അത്ര തന്നെ കൂട്ടിയിട്ടോണം വരികയും ചെയ്യട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക 3ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടോ, ഞാൻ അവർ കളിക്കണത് എടുത്ത് കളയോ എന്നുള്ള പേടി. അത് കാരണം കൊണ്ട് പിക്കും താനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കണോടത്തുനിന്ന് വന്ന് നോക്കുകയാണ്. ഞാൻ പിന്നെ ചോദിക്കും, ചിലത് അവർ ഉപയോഗിക്കാണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3ആയിട്ട് ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. ഒന്ന് അവർ കളിക്കുന്ന സാധനങ്ങൾ, അവർക്ക് വേണ്ടിയ സാധനങ്ങൾ മാത്രം എടുത്ത് ഒരു ഭാഗത്തേക്ക് വെച്ചു. രണ്ടാമത്തത് ഒരു കവർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന കുട്ടിയുടെ 2 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ തനുവിനെ കഴിഞ്ഞ് ചെറുതാണ് ഒരെണ്ണം പിക്കുവിനെ കഴിഞ്ഞിൻ്റെ ഒപ്പം, അവനെ കഴിഞ്ഞ് 1 വയസ്സ് താഴെ മറ്റാണ്. 2 പെങ്കൊച്ചുങ്ങളാണ്. അപ്പോൾ അവരാണ് ഇവിടുത്തെ കളി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ പിക്കു ഇത്രയും വലുതായപ്പോൾ അവനിങ്ങനത്തെ വലിയ കാറുകൾ, ജീപ്പുകൾ ഇതൊന്നും കളിക്കാണ്ടായി. അവന് ഫുട്ബോളും ക്രിക്കറ്റും ഈ വക കാറുകളോട് ക്രേസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ വലുത് ഇങ്ങനെ ഓടിച്ച് കളിക്കണമെന്നൊന്നും അവന് വലിയ താല്പര്യമില്ല കേട്ടോ. അവന് ഈ ഡൈകാസ്റ്റിൻ്റെ അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ അതിനനുസരിച്ച് കളിക്കുന്ന മാത്രം മാറ്റി വെച്ചു. അതുപോലെ കളയാനുള്ളത് വേറൊരു കവറിലാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എക്സാം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്, റിവിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനത് പഠിച്ചിട്ട് വരും, ഞാൻ ചോദ്യം ചോദിക്കും, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എഴുതുന്നതൊക്കെ അവന് സ്പെല്ലിങ്സൊക്കെ ഒരുവിധമൊക്കെ അവൻ അറിയാവുന്ന കാരണം കൊണ്ട് വളരെ കുറവ് മാത്രമേ അവനെ എഴുതി പഠിക്കേണ്ടി വരാറുള്ളൂ. തുടക്കത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, എല്ലാ ക്വസ്റ്റ്യൻസും വേർഡ്സും എല്ലാം നമ്മൾ എഴുതി പഠിപ്പിച്ചായിരുന്നു. പിന്നെ അവനത് വേർഡ്സൊക്കെ സൗണ്ട് വെച്ച് പ്രൊനൗൺസ് ചെയ്യാനും സൗണ്ട് വെച്ച് എഴുതാനൊക്കെ തുടങ്ങിയപ്പോൾ നല്ല എളുപ്പമായി മാറി കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും, എളുപ്പമായിരുന്നു. മാത്സൊക്കെ ആണെങ്കിൽ ചെയ്ത് തീർക്കും, ഹിന്ദിയൊക്കെ ആണെങ്കിൽ എഴുതി തീർക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കളിസാധനങ്ങൾ ഒതുക്കലും പറക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരെ ഉപയോഗിക്കാത്തതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു, പൊട്ടിയതൊക്കെ എടുത്ത് കളഞ്ഞു. ശരിക്കും സംക്രാന്തിക്കും മറ്റും നമ്മൾ പൊട്ടനെ കളയാന്ന് പറയില്ലേ, നമ്മുടെ വീട്ടിലത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയുക, കത്തിച്ച് കളയാന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പരിപാടിയായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് വൈകുന്നേരം മുതൽ. ശരത്തേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ എന്തൊക്കെയോ കിടന്ന് പരത്തി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. അങ്ങനെയാണ് ശരത്തേട്ടൻ. അപ്പോൾ തനിക്കുട്ടിക്കാണെങ്കിൽ സാധനങ്ങൾ ഇത് ഏത് കളയാൻ വെച്ചിട്ട് ഇതെനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ആദ്യ അഭിപ്രായമൊന്നും ഞാൻ നോക്കുന്നില്ല. കുറച്ചൊക്കെ അവർക്ക് ആവശ്യമുള്ളത്, അവർക്ക് സ്ഥിരമായിട്ട് കളിക്കുന്ന സാധനങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാലോ. ഇവരുടെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടല്ലോ, ഇവർക്ക് എന്ത് കാണിച്ചു കൊടുത്താലും അത് അപ്പം അവർക്ക് ആവശ്യമുള്ള സാധനമെന്ന് പറയും. ഒന്നും വേണ്ട എന്ന് എൻ്റെ മക്കൾ പറയില്ല കേട്ടോ, എല്ലാം വേണമെന്ന് പറയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാണ്ടായി. ശരത്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൂടുതൽ അഭിപ്രായത്തിന് നിൽക്കണ്ട, നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ മാറ്റി വെച്ചു. പിന്നെ അവർക്ക് കൊടുക്കുന്ന സാധനങ്ങളിൽ, നമ്മുടെ ജോലിക്ക് വരുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് കൊടുക്കുന്ന സാധനങ്ങളിൽ ചീത്ത സാധനങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. നല്ലത്, കളിക്കാൻ പറ്റുന്നതും പൊട്ടാത്തതുമായിട്ടുള്ളത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് പൊട്ടിയതും നശിച്ചതും തന്നു എന്നുള്ളത്, നശിപ്പിച്ചിട്ടുള്ളതും തന്നു എന്ന് വിചാരിക്കരുതല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല സാധനങ്ങൾ മാത്രമേ അവർക്ക് വെച്ചിട്ടുള്ളൂ. ബാക്കി ചെറുതായിട്ട് പോലും പൊട്ടിയത് ഞാൻ വേസ്റ്റിലിടുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവരുടെ റൂമിലത്തെ ടോയ്സിൻ്റെ ഏരിയയും കൂടി നമ്മൾ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതല്ലേ? ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്ന് പറയുന്ന പോലെ ഒരു പണി തീരുമ്പോൾ അടുത്ത പണിയിലേക്ക് കിടക്കായിരുന്നു കേട്ടോ. ഇന്ന് എന്തത്ര ഉത്സാഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. ചുറ്റിനും ഇങ്ങനെ ആളുള്ളപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് മാത്രമല്ല ഇവരുടെ പഠിപ്പ് നടക്കും, എൻ്റെ പണിയും നടക്കും, എനിക്ക് ബോറിങ്ങും ഇല്ല. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എൻ്റെ അസിസ്റ്റൻറ്റ്മാരാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറഞ്ഞാൽ ചുറ്റിന് 100 ആളാണ്. എന്തെടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് എപ്പോൾ എടുത്ത് കൊണ്ടുവന്നു ചോദിച്ചാൽ മതി. മെയിൻ കാരണം ഇവർക്ക് 2 പേർക്കും പഠിക്കണ്ട, ഇടയിൽ എണീറ്റ് പോകാം. പിന്നെ ശരത്തേട്ട അപ്പുറത്ത് ഇരുന്നിട്ട്
എന്താണ്ട് പണി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ സ്ക്രൂ കഴിഞ്ഞതൊക്കെ എന്തോ ടൈറ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. നമ്മൾ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ച കാരനാണ്. അപ്പോൾ ഞാൻ പിക്കുവിനെ ഇടയിൽ പഠിപ്പിക്കുന്നുണ്ട്. അവനും എക്സാം ഡെയിലി ബേസിസിൽ അവർ റിവിഷൻ എക്സാമും ക്ലാസ് ടെസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 6 ചാപ്റ്റർ 7 ചാപ്റ്ററൊക്കെ ഇങ്ങനെ പരീക്ഷ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ച് വിടണം. അത് കാരണം കുട്ടിക്ക് ഇതിലോട്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രീ ഒരുവിധമൊക്കെ അഴിച്ച് ശരിയാക്കി അതിനുള്ളിലത്തെ ബോളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ തനിക്കുട്ടിയാണ് തുടച്ച് അതിലേക്ക് വെച്ചത് കേട്ടോ. ഈ വക കാര്യങ്ങൾ തനിക്കുട്ടി നല്ലൊരു മുതൽക്കൂട്ടാണ് കേട്ടോ. എനിക്ക് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിക്കുവിന് ഒരുപാട് പഠിക്കാനുള്ള കാരണം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇതിലേക്ക് കയറി വരാനായിട്ട് പറ്റില്ല. എന്നാലും അവന് പറ്റണതൊക്കെ സൈഡിലിരുന്ന് അവൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കണതിൻ്റെ ഇടയിൽ കേട്ടോ. ഈ സ്റ്റാറൊക്കെ അവനാണ് തുടച്ച് ഇതൊക്കെ ഇങ്ങനെ മടക്കി ഇതൊക്കെ വെച്ചത് അവനായിരുന്നു. ഫൈനലി നമ്മുടെ കുട്ടപ്പനെ ഞങ്ങൾ പെട്ടിയിലാക്കി. എൻ്റെ അമ്മോ എത്ര നേരത്തെ പണിയെന്നറിയാമോ, ഒക്കെ കെട്ടി പൊതിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡിസംബറിൽ വെച്ചിട്ട് ഞങ്ങൾ ഫെബ്രുവരി വരയ്ക്ക് ഇത് വെച്ച് ആക്ച്വലി ജനുവരി അവസാനമൊക്കെ എടുത്ത് വെക്കാറുണ്ട്. ഇത്തവണ കുറച്ചും കൂടി നീണ്ടുപോയി. അടുത്ത ക്രിസ്മസ് വരയ്ക്കും വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴെങ്കിലും ഞാനിത് ചെയ്തത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാരണം കാണും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടികളാണ്. പിന്നെ ഫൈനൽ അതായത് പൊടിത്തട്ടിലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കളയാനും പിടിക്കാനൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ അവരാണ് കേട്ടോ അടിച്ചുവാരൽ. തനിക്കുട്ടി ഇതിനൊക്കെ എക്സ്പേർട്ടാണ്. അടിച്ചുവാരി ക്ലീൻ ചെയ്യലും എന്തെങ്കിലും ഒരു കടലാസ് തുണ്ട് കിടന്നാൽ അപ്പോഴേക്കും അവൾ അടിച്ചുവാരി കൊണ്ട് കളയും. അങ്ങനത്തെ ഒരു സന്തോഷമാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ അടിച്ചുവാരി കളയാനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ. എൻ്റെ പോലെ തന്നെ ചെറിയ കിറുക്കുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കലൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവൾ നമ്മളെ കണ്ടാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് വരുമ്പോഴത്തേക്കും ശരത്തേനും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നൂഡിൽസും പിന്നെ ഒരു സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നൂഡിൽസും ചിക്കനും ഒക്കെ ആയിരുന്നു. ഒരു നല്ലൊരു കാപ്പിട്ടെങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു, കോൾഡ് വരുന്നൊരു ഫീല്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.